നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ ഒരു അപൂർവ നിമിഷത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത്. കൊച്ചിയിൽ ഇന്നലെ മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, അതോടൊപ്പം തന്നെ ലാലേട്ടൻ, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി, ഇവർ മൂന്നുപേരും പങ്കെടുത്ത ഒരു ട്രെയിലർ ലോഞ്ച് നടന്നിരുന്നു. അതായത് എനിക്കൊന്ന് 1989 ഇറങ്ങിയിട്ടുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38 വർഷം ആയെന്ന് തോന്നിയ ഒരു സിനിമ വന്നിട്ട് ഇപ്പം മമ്മൂക്കാടെ ആരാധകർ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരകഥ. അന്നത്തെ ഹരിഹരൻ സാറിൻ്റെ ആ ഒരു സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ, അത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ്. കാരണം മലയാളത്തിൽ ഇനി ഇങ്ങനൊരു സിനിമ പിറക്കത്ത് പോലുമില്ല, ഇനി അങ്ങനൊരു സിനിമ ഉണ്ടാകാനും പോകുന്നില്ല. കാരണം ആ കാലഘട്ടത്തിൽ ടെക്നോളജികൾ കുറവായിട്ടും ഈ കാലഘട്ടത്തിൽ ടെക്നോളജികൾ വളർന്നു നിന്നിട്ട് പോലും അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്യാനായിട്ട് ഇന്ന് ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും വടക്കൻ വീരകഥയിലെ ചന്തുവും അതോടൊപ്പം തന്നെ ആരോമൽ ചേകവറായിട്ടുള്ള സുരേഷ് ഗോപിയും മോഹൻലാലും ചേർന്നായിരുന്നു ഇന്നലെ ഇതിൻ്റെ ഒരു ട്രെയിലർ, അതായത് ഇപ്പോഴത്തെ 4K അറ്റ്മോസിലുള്ളൊരു ട്രെയിലർ ലോഞ്ച് ചെയ്തത്. ആ ഒരു അപൂർവ നിമിഷം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം നൽകും. കാരണം മലയാള സിനിമയുടെ 3 ലെജൻഡറായിട്ടുള്ള ആക്ടർമാർ വന്നിട്ട് ഈ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നു. ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. മസ്റ്റ് വാച്ചാണ് ഈ സിനിമ തിയേറ്ററിൽ. കാരണം ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പം ഒരുപാട് റിലീസ് സിനിമകൾ വന്നിരുന്നു, പക്ഷേ അതുപോലല്ല ഈ സിനിമ നിങ്ങൾ മസ്റ്റ് വാച്ച് നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ. കാരണം നമുക്ക് ഇപ്പം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് തന്നെ വലിയൊരു, എനിക്കൊന്ന് ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം ഈ സിനിമ റിലീസ് ചെയ്തു. പക്ഷേ ഇത് ഇപ്പോഴത്തെ 4K അറ്റ്മോസിൽ വരുമ്പോഴത്തേക്ക് അത് കാണേണ്ട ഒരു സിനിമ തന്നെ. അത് വേറൊരു, നമുക്കൊന്നും പറയാനില്ല ആ സിനിമയെ കുറിച്ചിട്ട്. ഒരു നെഗറ്റീവ് പോലും ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ആ സിനിമയെ സാധിക്കത്തില്ല. ചന്തു എന്ന് പറയുന്ന മമ്മൂക്കാടെ ചതിയൻ ചന്തു പറയുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു കഥാപാത്രം മലയാള സിനിമയിൽ ഇനി പിറക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു കഥാപാത്രം ഇനി ഒരു പക്ഷേ ചിലപ്പോൾ മമ്മൂക്കാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ, അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളും നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. തീർച്ചയായിട്ടും അടുത്ത മാസം 7-ാം തീയതി സിനിമ തിയേറ്ററിലെത്തുമ്പോൾ നിങ്ങളും ആ സിനിമ കാണുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ആ ഒരു സന്തോഷമായിട്ടുള്ള ആ ഒരു നിമിഷത്തിൻ്റെ ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം. മലയാളത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാൻ നമുക്ക് എത്ര സിനിമകളുണ്ട്. റീ റിലീസിൻ്റെ ഒരു കാലഘട്ടമാണ് 4K. ഇനി ഇതിൻ്റെ അടുത്ത ജനറേഷൻസ് ഓരോന്നും ഈ AI എന്ന് പറയുന്ന വലിയ സൂപ്പർ പോസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിനപ്പുറം റീ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശ്രേണിയിൽപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പേറി നിൽക്കുന്ന KTC ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വർഗീയനായ PV ഗംഗാധരൻ അവരുടെ കുടുംബമാണ് ഈ റീ റിലീസുമായിട്ട് മുന്നോട്ട് വരുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാണികൾക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പ് ദർശിച്ച സൗഖ്യം, അഭിമാനം എല്ലാം നേടിയെടുക്കാൻ സാധിച്ച ഒരു വടക്കൻ വീരഗാഥ, അതിൻ്റെ പുതിയ ശബ്ദ അനുഭവം ഞങ്ങളൊന്നും അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും ആധുനിക സാങ്കേതിക വിദ്യ വളരെ ഭംഗിയായിട്ട്, ഒരുപക്ഷെ ഇതിനെ കണ്ടു കഴിയുമ്പോൾ അന്ന് ഇതൊക്കെ ആകാമായിരുന്നു എന്ന് അന്ന് അറ്റ്മോസ് പോലും ഇല്ല, DTS ഇല്ല, അല്ലേ? ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്രയും വലിയ അതെ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഫിലിം ഫോർമാറ്റാണ്, ഡിജിറ്റൽ അല്ല. ഇതെല്ലാം അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു പുതിയൊരു ചരിത്ര രചന നടത്താൻ വേണ്ടി ഒരു ക്ലാസിക്. മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ മമ്മൂക്കായും അതോടൊപ്പം തന്നെ ലാലേട്ടനും സുരേഷ് ഗോപിയുമാണ് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തത്. നമ്മുടെ വിനീതിൻ്റെ കുടുംബമാണ് ഈ സിനിമ ഇപ്പം റിലീസിനായിട്ട് എത്തിക്കുന്നത്. 4K അറ്റ്മോസിൽ ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അത് വേറൊരു വൈബ് തന്നെ ആയിരിക്കും. കാരണം മമ്മൂക്ക പറഞ്ഞ കണക്ക് ആ കാലഘട്ടത്തിൽ ഫിലിമിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. കാരണം ഇന്നിപ്പം ഒരുപാട് ടെക്നോളജികളുണ്ട്, പക്ഷേ ഇത് മസ്റ്റ് വാച്ചാണ് കേട്ടോ. ഇത് നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നടൻ എന്നതിലുപരി അല്ലെങ്കിൽ ഒരു നടൻ്റെ ഫാൻസ് എന്നതിലുപരി കേരളത്തിലുള്ള എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട മലയാള സിനിമയെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും
കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ ഒരു വടക്കൻ വീരത എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും അത് എത്രത്തോളം ആ കാലഘട്ടത്തിൽ എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമ ആണെന്നുള്ളത്. ഈ ഒരു സിനിമ റിലീസായിട്ട് വരുമ്പോഴത്തേക്ക് എനിക്കതൊരു പുതിയ സിനിമ റിലീസ് വരുന്നതായിട്ടാണ് എനിക്ക് സത്യത്തിൽ അത് ഫീൽ ചെയ്യുന്നത്. മസ്റ്റ് വാച്ചാണ് ഈ സിനിമ. ഡോൺ മിസ് ഇറ്റ്. എല്ലാവരും ഈ സിനിമ പോയി കാണണം. ഫെബ്രുവരി 7-ാം തീയതി ഈ സിനിമ തിയേറ്ററിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും മലയാള സിനിമകളെ എപ്പോഴും നല്ല സിനിമകളെ കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും ഈ സിനിമയും സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമ്മൾ സിനിമ കണ്ടതിന് ശേഷം ഇപ്പോഴത്തെ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ 4K അറ്റ്മോസിൽ വരുന്ന ഈ ഒരു സിനിമയുടെ ക്വാളിറ്റിയും ആ സൗണ്ട് എഫക്റ്റും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുന്നതും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ അവരുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ല അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും.